വന നിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കോഴിക്കോട്ടെ മലയോര ജനത. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോടെ വലിയ ആശ്വാസത്തിലാണ് മലയോര നിവാസികൾ. വലിയൊരു ആശങ്കയ്ക്ക് അറുതിയായതിന്റെ സന്തോഷത്തിലാണ് മലയോര നിവാസികൾ. കടുത്ത പ്രതിഷേധത്തിലായിരുന്നു മലയോര കർഷകർ. കോഴിക്കോട് ജില്ലയിൽ വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ വലിയ ആശ്വാസത്തിലാണിപ്പോൾ. വനത്തോട് ചേർന്ന് താമസിക്കുന്നവർ വനവിഭവങ്ങളെ കൂടി ആശ്രയിച്ചാണ് കഴിയുന്നത്. വിറക് ശേഖരിക്കുന്നതിന്, അല്ലെങ്കിൽ കാലികളെ മേയ്ക്കുന്നതിന്, ആടുകളെ മേയ്ക്കുന്നതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ വനത്തെ ആശ്രയിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം എടുക്കുന്നതിന് വേണ്ടി വനത്തിനുള്ളിലുള്ള ഉറവകളിൽ പോയിട്ട് ഹോസിട്ട് വെള്ളം ശേഖരിച്ച് വീട്ടിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന അവരെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമായിരുന്നു. ആ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമായിട്ട് ഇപ്പോൾ ഈ തീരുമാനം നടപ്പിലാക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ കർഷകരെല്ലാം വളരെ സന്തോഷത്തിലാണ്. അവരുടെ ആശങ്കകൾ 100% പരിഹരിക്കപ്പെട്ട സ്ഥിതിയാണ്. അതിൽ കേരള സർക്കാരിനെ ഞങ്ങൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ വലിയ പ്രതിസന്ധിക്ക് തടയിടാൻ സാധിച്ചതായി വളയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രതീഷ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിയമം അല്ലെങ്കിൽ ഈ നടപടി ഈ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. നിയമം നടപ്പായാൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യുമെന്ന് മലയോര കർഷകർക്കും കുടുംബങ്ങൾക്കും ആശങ്കയുണ്ടായിരുന്നു. വന നിയമ ഭേദഗതിക്കെതിരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സമരത്തിന് പ്രതിപക്ഷം കളമൊരുക്കുമ്പോഴാണ് ആശ്വാസമായ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മലയോര ജനത മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോഴിക്കോട് നിന്നും AK ലതീഷ്.